ഖുറാസാൻ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു പണ്ഡിതനുണ്ട്, 6 പെൺമക്കളുണ്ട്. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ ഭരണകാലാണ്. ഈ പണ്ഡിതൻ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ചെറിയ കൂര, വീട്, ദാരിദ്ര്യം, പട്ടിണി. രാത്രി പെൺമക്കളെയും ഭാര്യയും വിളിച്ചിട്ട് പറയും, വാപ്പച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോകാനാണെന്ന്. ഒരു ദിവസം മൂത്ത പെൺകുട്ടി പറഞ്ഞു, വാപ്പച്ചി പൊയ്ക്കോ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. വാപ്പ പോയി. വീട്ടിൽ ദാരിദ്രായി, കരച്ചിലായി, ഉറക്കില്ലാതെയായി, പട്ടിണിയായി. അനുജത്തിമാരും ഉമ്മയും ഈ മൂത്ത പെൺകുട്ടിയെ കുറ്റം പറഞ്ഞു, നീ പറഞ്ഞിട്ടല്ലേ വാപ്പ പോയത്, നമ്മളിപ്പോ പട്ടിണി കിടന്ന് മരിക്കണ്ടേ. അപ്പോഴാണ് ഹാറൂൺ റഷീദ് ചക്രവർത്തി ഒരു യാത്ര കഴിഞ്ഞിട്ട് ആ വഴി കടന്നു വരുന്നത്. ഹാറൂൺ റഷീദ് ചക്രവർത്തി ആ വീട്ടിലേക്ക് വെള്ളം തീർന്നു പോയപ്പോൾ വെള്ളം ചോദിച്ചു കയറി. ഇതാരുടെ വീടാണെന്ന് ചോദിച്ചു. ഇന്ന പണ്ഡിതന്റെ വീടെന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തി കരയാണ്. കരഞ്ഞിട്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിട്ട് ചോദിച്ചു, ഇത്രയും വലിയൊരു പണ്ഡിതന്റെ വീട് ഇത്രയും ചെറിയൊരു കൂരയാണോ എന്ന്. അങ്ങനെ എന്തു ചെയ്തു? ഹാറൂൺ റഷീദ് ചക്രവർത്തി തന്റെ കയ്യിലുള്ള ഒരു തുണിക്കഷ്ണത്തിൽ തന്റെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ ഇട്ട് കെട്ടിയിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പടച്ചവന്റെ സ്വർഗം വേണോ, എന്റെ കൂടെയുള്ളവർ ഇതുപോലെ ചെയ്തോളാൻ. എല്ലാവരും ചെയ്തു. ആ വീട്ടിലെ ദാരിദ്ര്യം മാറി, പ്രയാസങ്ങൾ മാറി, സന്തോഷായി. പക്ഷെ ഈ മൂത്ത പെൺകുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കണില്ല, പാതിരാരാവുകളിൽ സുജൂദിലാണ്. ആ സമയത്ത് ഒരു ദിവസം ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിയില്ലേ, ദുഃഖങ്ങൾ മാറിയില്ലേ, നമുക്കിപ്പോ സന്തോഷല്ലേ, എന്തിനു മോള് കരയിന്? അപ്പൊ പറഞ്ഞു, ഉമ്മ, ഞാൻ കരയുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള കേവലം ഒരു അടിമ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പ്രയാസം മാറിയെങ്കിൽ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം നമുക്കൊന്ന് കിട്ടിയെങ്കിൽ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഖുറാസാനിലെ പെൺകുട്ടി പറയാണ്. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ 7 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണമില്ല, പാതിരാരാവ് നിസ്കാരാണ്. 8ാമത്തെ ദിവസം ചോദിച്ചു പോയി, അള്ളാഹുവേ, ഇതെന്തൊരു പരീക്ഷണമാണ് എന്നോട് നീ കാണിക്കുന്നത്. ഒരാൾ റൊട്ടിയും പാലും കൊണ്ടുവന്ന് കൊടുക്കാണ്. ഈ നിസ്കാരം മഗ്‌രിബ് കഴിഞ്ഞ് കഴിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ റൊട്ടി വന്നൊരു പൂച്ച തിന്നുന്നു. പൂച്ചയെ ഓടിക്കുമ്പോൾ പാല് തട്ടിക്കളയുന്നു പൂച്ച. ഭക്ഷണമില്ല, നിരാശയില്ല, നിസ്കാര മുസല്ലയിലാണ്. അവസാനം നിസ്കാര മുസല്ലയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വരുമ്പോൾ മച്ചിലിൽ നിന്ന് ഒരു കയർ കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ചു നിന്ന് 17 വയസ്സുള്ള റാബിയ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കുകയാണ്. അവസാനം അതിനും പറ്റാതെ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിൽക്കണം. അതുകൊണ്ട് നീ എന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഈ കാണുന്ന തൂണിലൊന്ന് എന്നെ കെട്ടിവെക്കുമോ എന്ന് കൂട്ടുകാരി ചെയ്തു. തൂണിൽ കെട്ടിവെച്ചു. പക്ഷെ അവിടെ നിന്നും വീണുപോയി റാബിയ റളിയല്ലാഹു അൻഹ. എഴുന്നേൽക്കാൻ പറ്റാതെ സുജൂദിൽ കിടന്നുകൊണ്ട് അവിടെ നിസ്കാര മുസല്ലയിൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞത്, റബ്ബേ, ഞാൻ ഈ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത് നിന്റെ സ്വർഗം കിട്ടാനല്ല, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ടോ, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ടോ. നരകം സ്വർഗമൊന്നും റാബിയക്ക് പ്രശ്നമല്ല. റാബിയ കുതിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, പടച്ചവനെ, നിന്നെനിക്കിഷ്ടാണ്, പ്രേമാണ്, എനിക്ക് നിന്നെ കാണണം, നിന്റെ കാരുണ്യം കിട്ടണം, അതിനു വേണ്ടി കിട്ടാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് വഫാത്തിന്റെ രാവ് കിടക്കുമ്പോഴാണ്, ആയിഷുമ്മാന്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് ഒരു സഹാബി മദീനത്തെ പള്ളിയിലേക്ക് മഗ്‌രിബിന്റെ നേരത്ത് പോകുമ്പോ ഇരുള് പരന്നിട്ട് ആ വീട്ടിലൊരു വിളക്ക് കാണാതെ വിളിച്ചു ചോദിച്ചു, ഉമ്മ, എന്താണ് വിളക്ക് കത്തിക്കാത്തതെന്ന്. മറുപടിയില്ല. ഇശാ കഴിഞ്ഞ സ്വഹാബി വീണ്ടും തിരിച്ചു പോകുമ്പോ വീണ്ടും ചോദിക്കുകയാണ്, ഉമ്മ, എന്താണ് റസൂലിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാത്തത്? അപ്പൊ ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, റസൂലിന്റെ വീട്ടിൽ സൈത്തെണ്ണ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാനും എന്റെ റസൂലും അത് കുടിച്ചിട്ട് വിശപ്പ് മാറ്റുമായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും റസൂലിന്റെ ഫിക്ർ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരെല്ലാവരും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു ഭക്ഷണം റസൂല് കഴിച്ചിട്ടില്ലല്ലോ. ഉർവ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിയുടെ, അതായത് ആയിഷുമ്മയുടെ ഇത്താത്തയുടെ മകനാണ് ഉർവ റളിയല്ലാഹു അൻഹു. ആ ഉർവ തങ്ങള് റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷുമ്മ ഉംറക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നിട്ട് സുപ്പർ വിരിച്ച് ഭക്ഷണം ഇങ്ങ് നിരത്തി വെച്ചപ്പോൾ ഉമ്മ അതിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ചോദിച്ച്, എന്തു പറ്റി ഉമ്മാന്ന്? അപ്പൊ പറഞ്ഞു, മോനെ, മാസങ്ങൾ തുടർച്ചയായി റസൂലിന്റെ ഭാര്യമാരുടെ വീട്ടിന്റെ അടുപ്പ് പുകഞ്ഞിട്ടില്ല മോനെ. അപ്പൊ ചോദിച്ചുമ്മ, എന്തായിരുന്നു ഒമാക്കാനായ ഈശുക്കും, നിങ്ങൾ എന്താണ് പിന്നെ കഴിച്ചിരുന്നത്? അപ്പൊ പറഞ്ഞു, മോനെ, പച്ചവെള്ളവും കാരക്കയുമാണ്. എന്നിട്ട് ഉമ്മ അവിടെ നിന്ന് കഴിക്കുന്നില്ല, കരഞ്ഞിട്ട് പറയാണ്, എൻ്റെ റസൂൽ ഇതുപോലത്തെ ഒരു ഭക്ഷണം കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ റസൂൽ കഴിക്കാത്ത ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാണ്. ആ റസൂൽ
നല്ലൊരു ഭക്ഷണം കഴിക്കാതെ തൻ്റെ സ്വഹാബത്തിനെ ഈ ജനതയെ മുഴുക്കയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊതിച്ചു. നമുക്കറിയാം നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം 3 ആഗ്രഹം പറഞ്ഞു തൻ്റെ കൂട്ടുകാരൻ അസ്രായീലിനോട്. അസ്രായീലായിട്ട് കൂട്ടുകൂടിയിട്ട് 3 ആഗ്രഹം പറഞ്ഞതൊന്ന് മരിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മരിപ്പിച്ചു ജീവിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞത് നരകം കാണണമെന്നാണ്. അള്ളാഹുവിന്റെ സമ്മതത്തോടെ നരകം കാണിച്ചു കൊടുത്തു. നരകം കണ്ട് അട്ടഹസിച്ചു ഇദ്രീസ് നബി അലൈഹിസ്സലാം. 3-ാമത് ആഗ്രഹം പറഞ്ഞത് സ്വർഗത്തിലൊന്ന് പോണെന്നാണ്. അള്ളാഹു സമ്മതിച്ചു. അസ്രായീൽ അലൈഹിസ്സലാം ചെന്നിട്ട് പറഞ്ഞു, വേഗം പോയിട്ട് വേഗം വരണട്ടോന്ന്. സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ടു. സ്വർഗത്തിന്റെ നദികൾ കണ്ടു, മണിമാളികകൾ കണ്ടു. ആ രസമങ്ങ് കയറിയപ്പോഴ് ഇദ്രീസ് അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പോരണില്ല. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇദ്രീസ് നബിയെ വായോ സമയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല, പടച്ചോൻ എന്നോട് കോപിക്കുന്ന്. ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് പോരൂലാന്ന്. അവസാനം ഒരു മലക്ക് മധ്യസ്ഥ കള്ള പറഞ്ഞു വിട്ടു. ആ മലക്ക് വന്ന് ഈ അസ്രായീലിനോട് ചോദിച്ചപ്പോൾ അസ്രായീൽ എല്ലാം പറഞ്ഞു. ഉള്ളിൽ ചെന്നിട്ട് ചോദിച്ചു, ഇദ്രീസ് നബിയെ, നിങ്ങൾ അസ്രായീലിനോട് പറഞ്ഞതല്ലേ തിരിച്ചു ചെല്ലാന്ന്, നിങ്ങൾക്ക് പൊയ്ക്കൂടെ? അപ്പൊ പറഞ്ഞ, അല്ല പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ കയറിയാ പിന്നെ പുറത്തു പോണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ പോകൂലാന്ന്. അപ്പൊ അല്ല പറഞ്ഞു, ഇദ്രീസ് നബി അവിടെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ നമ്മുടെ മുത്തുനബിയും സ്വർഗത്തിൽ പോയി സ്വർഗം കണ്ടു. മിറാജിന്റെ ആ രാവ് സ്വർഗത്തിലെ എല്ലാ ആനന്ദങ്ങളും കണ്ടു. ബിലാൽ തങ്ങളുടെ ആ കാലടിപ്പാടുകൾ സ്വർഗത്തിൽ കേട്ടുപോയി. ഖദീജമ്മയുടെ കൊട്ടാരം കണ്ടു, ഉമർ തങ്ങളുടെ കൊട്ടാരം കണ്ടു. പക്ഷെ റസൂൽ പറഞ്ഞത്, ജിബ്രീലേ, നമുക്ക് വേഗം തിരിച്ചു പോകാന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നബിയെന്ന്? അപ്പൊ പറഞ്ഞു, ഇദ്രീസ് നബിയെ പോലെ അള്ളാന്റെ റസൂലിന് സ്വർഗത്തിൽ നിൽക്കാമായിരുന്നു. പക്ഷെ റസൂൽ പറഞ്ഞത്, ഈ സ്വർഗം ഞാൻ കണ്ടില്ലേ, ഇതെന്റെ ഉമ്മത്തിക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ ഉമ്മത്തിയെ മുഴുക്കെ എനിക്ക് ഈ സ്വർഗത്തിൽ കൊണ്ടുവരണം. എനിക്ക് ഈ രസം എൻ്റെ ഉമ്മത്തികൾക്ക് പകർന്നു കൊടുക്കാൻ കൊതിയായിട്ട് വയ്യ, ആഗ്രഹമായിട്ട് വയ്യ. അതുകൊണ്ട് നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മത്തികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റസൂലിന്റെ ഫിക്ർ, ആ റസൂലിന്റെ ചിന്ത, റസൂലിനെ ഏറ്റവും സ്നേഹിക്കുന്നവർ. ഞാൻ ആദ്യം ഓതിയ ഒരു ഹദീസ് ഉണ്ട്, മൻ തമസ്സക ബിസുന്നതി, റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ. റസൂലിന്റെ സുന്നത്തിൽ ഏറ്റവും വലിയ സുന്നത്താണ് റസൂലിന്റെ ഫിക്ർ ഏറ്റെടുക്കുക എന്നുള്ളത്. അഥവാ എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നുള്ള ആ ദഅവത്ത് നടത്തുക, ദായികളാവുക, പ്രബോധകരാവുക. അള്ളാഹുവിന്റെ റസൂൽ പകർന്നു തന്നിട്ടുള്ള ആ ആദർശത്തെ മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതല്ലയോ സഹാബത്ത് നടപ്പിലാക്കിയത്. സഹാബത്തിൽ ആലിമായിരുന്നു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വല്ലാഹി വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഓ മുആദേ, അള്ളാഹനെ തന്നെയാണ് സത്യം, എനിക്ക് പെരുപെരുത്തിഷ്ടമാണ് എന്റെ മുആദിനെ എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്. പല സഹാബത്തും അത് കേൾക്കാൻ കൊതിച്ചിട്ടുണ്ട്, പക്ഷെ കുറഞ്ഞ ആളുകളെ കേട്ടിട്ടുള്ളൂ. ആ മുആദ് തങ്ങൾ യമനിലേക്ക് പോകാണ്. 7 മൈൽ റസൂൽ കൂടെ നടന്നു, കെട്ടിപ്പിടിച്ചു, മുത്തങ്ങൾ കൊടുത്തു, തമാശകൾ പറഞ്ഞു. 7 മൈൽ നടന്നെത്തിയപ്പോ പറയാണ്, മുആദേ മോനെ, ഇനി നീ പൊയ്ക്കോ, അതിർത്തി എത്തിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു പോകാണ്. പക്ഷെ നീ തിരിച്ചു വരുമ്പോ എന്നെ കാണില്ല, ഞാൻ മദീനത്തെ പള്ളിയുടെ അടുത്ത് ഖബറിലായിരിക്കുന്നു. മുആദ് തങ്ങൾ റസൂലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, നബിയെ ഞാൻ പോകില്ലെന്ന്. നമ്മളെ ഉമ്മ നമ്മളോട് പറയാണ്, ഉമ്മച്ചിക്ക് വയ്യ, ഉമ്മച്ചിയുടെ അവസാന നിമിഷമാണ്, മോൻ പോകരുതെന്ന് പറഞ്ഞാൽ ഗൾഫ് പോലും മാറ്റിവെച്ചിട്ട് ഉമ്മാന്റെ കൂടെ നമ്മൾ നിൽക്കും. ഉമ്മയെക്കാൾ സ്നേഹിച്ച റസൂൽ പറയാണ്, ഞാൻ ഇനി ഉണ്ടാവൂലെന്ന്. മുആദ് തങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞില്ല റസൂൽ, ഞാൻ ഇനി യമനിലേക്ക് പോകില്ലെന്ന്. അപ്പൊ പറഞ്ഞു, മുആദേ, എന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്റെ മുആദ് പോയി ഇസ്ലാമിന് ദഅവത്ത് നടത്തലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ റസൂലിന്റെ ഫിക്ർ ഒന്ന് ഏറ്റെടുക്കേണ്ടേ നമ്മളല്ലാതെ ആരാണ് ഏറ്റെടുക്കുക? ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇന്നലത്തെ ഒരു ദിനത്തിൽ ഇസ്ലാമിക വേഷങ്ങൾ വിട്ടുകളഞ്ഞ് ഒപ്പനകളും കോൽക്കളികളും ആഘോഷങ്ങളും പൂക്കളവുമായിട്ട് ഒരു ഭാഗം നമ്മുടെ മുന്നിൽ നിൽക്കാണ്, മതനിരാസമായി മറ്റൊരു ഭാഗം നിൽക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനെന്ന് പറഞ്ഞ് ബിദ്അത്തിന്റെ ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കാണ്. മലയോര മേഖലകളിലും കേരളത്തിനപ്പുറമുള്ള സംസ്ഥാനങ്ങളിലും ഇസ്ലാം എന്തെന്നറിയാതെ നമ്മളൊരു ഷിഹാബ് ഈ മക്കയിലേക്ക് നടന്നു പോകുമ്പോൾ കേരളത്തിനപ്പുറമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഷിഹാബിനെ ആദരിക്കാൻ, സ്നേഹിക്കാൻ, സ്വീകരിക്കാൻ, കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇത്രയും മുസ്ലിമീങ്ങൾ അവിടെയുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നത്. പക്ഷെ അവർക്ക് ആർക്കും ദീൻ അറിയില്ല. ആരാണ് അവർക്ക് ദീൻ കൊടുക്കുക? നാളെ നമ്മൾ റസൂലിനെ കണ്ട് മരിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹബീബിനെ മനാമിലും യഖ്ലത്തിലും കാണണമെന്ന് പറഞ്ഞ് നമ്മൾ പൊട്ടിക്കരയുമ്പോൾ, ആ റസൂലിന്റെ ഫിക്ർ ഏറ്റെടുക്കാത്തവരുടെ മുഖത്ത് റസൂൽ നോക്കുമോ?
റസൂലിന്റെ ആ സ്നേഹം, എല്ലാവരും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആ സുന്നത്തിനല്ലേ നമ്മൾ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത്? ആ സുന്നത്തല്ലയോ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾക്കറിയുമോ, റസൂൽ ബദറിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു സഹാബി ഓടി വന്നിട്ട് പറയാണ്, നബിയെ, അങ്ങയുടെ മകള് വഫാത്തിനോട് അടുത്തിട്ടുണ്ട്, ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്, ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. വല്ലാത്ത കലശമായ വേദനയിൽ കിടന്ന് പെടയാണ്, രോഗിയാണ്. സഹാബത്ത് പോകാൻ സജ്ജാണ്. റസൂൽ ഓടി വരുന്നു മകളുടെ അടുക്കലേക്ക്. പൊന്നുമോൾ വാപ്പച്ചിയെ കണ്ടപ്പോഴ് ഉള്ളം കൈയിൽ ചേർത്ത് പിടിച്ചു വാപ്പച്ചിയുടെ 2 കൈകളും. എന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി പോകരുത്, ഞാൻ വഫാത്താകും. എന്റെ വാപ്പച്ചി കൂടെ നിന്ന് വഫാത്തായാല് റഹ്മത്തിന്റെ മലക്കുകൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് വാപ്പച്ചി പോകരുത് ട്ടോ. ആ കൈയെടുത്ത് ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഞാൻ പോകാണ്. ബദറിൽ പോകാൻ എന്റെ പാവപ്പെട്ട സഹാബത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ആയുധങ്ങളില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഞാൻ അവരെ കൂടെ പോകാണ്. എന്റെ മോളെ നീ നോക്കിക്കൊള്ളണട്ടോന്ന്. ബദർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാണുന്നത് ഒരു പിക്കാസും പിടിച്ചിട്ട് ജന്നത്തുൽ ബഖയിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരാണ്. റസൂൽ ഓടിച്ചെന്ന് ചോദിച്ചു, ഉസ്മാൻ എന്താണ്? അപ്പൊ പറഞ്ഞു, നബിയെ, അങ്ങയുടെ മകൾ വഫാത്തായി, ഞാൻ മറമാടി വരാണ്. ഒരു വാപ്പച്ചിയാണ് കേൾക്കണത്. മരിക്കുമ്പോ കൂടെ ഉണ്ടാവണമെന്നും ആഗ്രഹിച്ച മകളുടെ വാപ്പ, ആ പിതാവ് തിരുനെറ്റി ഉസ്മാൻ തങ്ങളുടെ തോളിൽ വെച്ചിട്ട് പൊട്ടി കരഞ്ഞു. പറയുന്നത് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലൂടെ ആ കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയെന്ന് ചരിത്രം പറയാണ്. അഥവാ മക്കളെക്കാൾ സ്നേഹിച്ചു എന്നെയും നിങ്ങളെയും. നമ്മളെയാണ് റസൂല് സ്നേഹിച്ചത്. ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. അതുകൊണ്ടാണ് അള്ളാന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞത്, പടച്ചോനെ, എന്റെ ഉമ്മത്ത് പാവങ്ങളാണ് കേട്ടോ, അവരെ ഹിസാബ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കേൾക്കൂലേ, അതുകൊണ്ട് രഹസ്യമായിട്ട് അവരെ ഹിസാബ് ചെയ്യാനുള്ള അവകാശം എനിക്ക് തരുമോന്ന് ചോദിച്ചപ്പോഴ് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മത്തുക, അവര് അങ്ങയുടെ ഉമ്മത്താണ്, പക്ഷേ വഹും ഇബാദി, അവരെന്റെ അടിമകളാണ്, എനിക്ക് അവരിഷ്ടാണ് നബിയെ അങ്ങയേക്കാൾ. അങ്ങ് എന്റെ അടിമകളെ ഞാൻ ഒരിക്കലും നാണം കെടുത്തില്ലെന്ന് അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. ആ പ്രവാചകന്റെ ഫിക്ർ നമ്മൾ ഏറ്റെടുക്കണ്ടേ? നമ്മളല്ലാതെ ആരാണ് ഇനി ഏറ്റെടുക്കുക? ആ ഫിക്ർ ഏറ്റെടുത്തവരൊക്കെ രക്ഷപ്പെട്ടില്ലേ? മരിക്കുമ്പോ അവരൊക്കെ റസൂലിനെ കണ്ടില്ലേ? അതല്ലേ ബിലാൽ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങൾ ഒരിക്കലും ഉമർ തങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്, ഉമർ തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ബിലാലെ, എന്താണ് ആ സന്തോഷം എന്ന്? അപ്പൊ പറയുന്നുണ്ട്, ഉമർ തങ്ങളെ, ഞാൻ കറുത്തവനല്ലേ, ഞാൻ കാപ്പിരിയല്ലേ, എന്റെ മുടിയൊക്കെ ചുരുണ്ടിട്ടല്ലേ, ചുണ്ട് കറുത്തിട്ടല്ലേ, എന്നെ ആർക്കും ഇഷ്ടല്ല. എന്റെ ഉമ്മച്ചി പോലും എന്നെ സ്നേഹത്തോടൊരു മുത്തം തന്നിട്ടില്ല. ഞാൻ ഖുറൈശികളുടെ അടിമയാണ്, പാതിരാരാവ് വരെ പാട്ടുപാടും. അങ്ങനെ എനിക്ക് ഉറക്കം വരുമ്പോൾ ഏതെങ്കിലും തൊഴുത്തിന്റെ മൂലയിൽ ചാണകം മാറ്റിയിട്ട് അവിടെ ഞാൻ കിടക്കുമ്പോ വീണ്ടും അവരെന്നെ വിളിക്കും. ചെന്നില്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കും ഉമർ തങ്ങളെ. ആ ബിലാൽ ഇസ്ലാം സ്വീകരിച്ചു വന്നപ്പോഴ് ചുകചുകന്ന് വെളുവെളുത്ത എന്റെ റസൂൽ കറുകറുത്ത ബിലാലിനെ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം ഈ തിരുനെറ്റിയിൽ നൽകി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് സയ്യിദുനാ ബിലാൽ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങൾ പറയാണ്, പിന്നെ റസൂലെ, വലിയ ഖുറൈശി പ്രമാണിമാര് വരുമ്പോൾ, എന്നെ തല്ലിയവരൊക്കെ ഉണ്ട്, അവരൊക്കെ വരുമ്പോൾ ഞാൻ ജനന്റെ ഉള്ളിൽ കൂടെ എന്റെ റസൂലിനെ ഒളിഞ്ഞു നോക്കും. അപ്പൊ എന്റെ റസൂല് കാണും. അപ്പൊ പറയും, ബിലാലെ, വാ വാ എന്ന് പറയും. അങ്ങനെ ഞാൻ എടുത്തു ചെല്ലും. അപ്പൊ എന്നെ അടുത്ത് വിളിച്ചിരുത്തും. ഖുറൈശി പ്രമാണിമാര് അത്ഭുതപ്പെട്ടു നോക്കും. എന്നപ്പ ചേർത്ത് പിടിച്ചിരുത്തും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂൽ, ആ റസൂൽ വഫാത്തിന്റെ നേരത്താണ് ബിലാൽ തങ്ങൾ പറഞ്ഞത്, വാ ഫർഹ, എന്റെ സന്തോഷേന്ന്. ഭാര്യ ചോദിച്ചു, പ്രാന്തുണ്ടോ? വാ കർബ എന്ന് പറ. അപ്പൊ പറഞ്ഞു, പെണ്ണെ, എന്റെ റസൂലും കൂട്ടുകാരും വരാണ്, ഒതന്നൽക്കൽ അഹിബ്ബ, എന്റെ കൂട്ടുകാരി വരാണ്, എന്റെ റസൂല് വരാണ്, നീ മാറി നിൽക്കാൻ. നമുക്കും ആ മുത്തുനബി ഒന്ന് കാണണ്ടേ? ആ മുത്തുനബിയുടെ ഫിക്ർ നമ്മൾ ഏറ്റെടുക്കേണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഫിക്ർ ഏറ്റെടുത്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ലോക പണ്ഡിത നേതൃത്വ നിരകളിൽ ഒന്നാമതായി ഇന്നും വയസ്സുകൾ അനേകം കഴിഞ്ഞിട്ടും തന്റെ ശരീരത്തിന്റെ ഊർജം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മതസൗഹാർദ്ദം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അത് മഹാനായ ഉസ്താദിന്റെ കഴിവുകൾ കൊണ്ടും അവിടുത്തെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഉസ്താദിനൊരു കാലുണ്ടായിരുന്നു. ഏതാണ് കാലം എന്നറിയോ? അന്ന് ഉസ്താദ് വിറക് വെട്ടിയിട്ടുണ്ട്. മർക്കസിലെ അനാഥാലയത്തിലെ മക്കൾക്ക് ഭക്ഷണം വെക്കാൻ വീഴുന്ന ഓലമടലുകൾ ചെകഞ്ഞെടുത്തിട്ട് കെട്ടുകളാക്കി ഉസ്താദ് തലയിൽ വെച്ചുകൊണ്ടുപോയൊരു കാലുണ്ടായിട്ടുണ്ട്.
ഉസ്താദ് കൈ നീട്ടിയിട്ടുണ്ട് അവിടെ അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇന്നാണ് ഉസ്താദ് വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്. അന്ന് ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചും നടന്നുപോയും സൈക്കിൾ ചവിട്ടിയും ഈ വിശുദ്ധമായ ദീനിനു വേണ്ടി പ്രയത്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ ഖാദിസി അടക്കമുള്ള സ്ഥാപനങ്ങളും നമ്മളെപ്പോലുള്ളവർ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർത്തു നോക്കുക. എം.എ. ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും ആ ഉസ്താദിന്റെ പ്രവർത്തന ഫലമാണ് കുരുന്നു മക്കൾക്ക് വിദ്യ നൽകുന്ന മദ്രസ എന്ന വിദ്യാലയങ്ങൾ ഈ കേരളത്തിൽ പടർന്നു വന്നത്. നാം ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോഴാണ് നമ്മുടെ ആദർശത്തെ മറ്റുള്ളവരിലേക്ക് പലവരും പറയും, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ത് ചെയ്യാനെന്ന്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു. മക്കയുടെ മണ്ണിൽ നിന്ന് വിശുദ്ധ കഅബാലയത്തെ പിടിച്ച് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ഉറക്കുച്ചരിച്ചു. ആ സമയത്ത് റസൂലിനോട് ചോദിച്ചു, നബിയെ ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞ അബൂദർ, രഹസ്യമായ പ്രബോധനമാണെന്ന്. പക്ഷേ അബൂദർ തങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ശത്രുക്കൾ വന്ന് ആക്രമിച്ചു, ചവിട്ടിക്കൂത്തി, എന്നിട്ടെന്ത് ചെവിട്ടിലൂടെ രക്തമൊലിച്ചു. അബൂദർ തങ്ങൾ ബോധരഹിതനായി വീണു. അവസാനം സിദ്ദീഖ് തങ്ങൾ വന്ന് രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് തിരിച്ചുപോയി. വർഷങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ ആരും കണ്ടിട്ടില്ല. അവസാനം മദീനത്തെ മണ്ണിൽ മദീന പള്ളിയിലേക്ക് 24,000 ആളുകളുമായിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. വലിയൊരു സംഘവുമായിട്ട് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അന്നെന്നെ ശത്രുക്കൾ ആക്രമിച്ചു, ഞാൻ തിരിച്ചുപോയി ഫാർ ഗോത്രത്തിൽ ഓരോ വീടുകളും കയറിയിറങ്ങി ഈ വിശുദ്ധ ആദർശത്തെ പ്രചരിപ്പിച്ചു. 24,000 ആളുകൾ എന്റെ റസൂലിനെ കാണാൻ വേണ്ടി അതിന്റെ പേരിൽ വന്നിട്ടുണ്ടെന്ന്. ഒരൊറ്റ വ്യക്തിത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനമാണ് മദീനത്തുർ റസൂലായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഒറ്റക്കോ ഇരട്ടക്കോ എന്നുള്ളതൊന്നല്ല പ്രവർത്തനത്തിന്. പടച്ചവന്റെ ദീനല്ലയോ, നമ്മളെ പടച്ച് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് ഈ മതം. എത്ര കാരുണ്യം ചെയ്തിട്ടുണ്ട് പടച്ചോൻ നമ്മളോട്, എത്ര സ്നേഹം കാണിച്ചിട്ടുണ്ട് പടച്ചോൻ. നമ്മളൊന്ന് നോക്കിക്കേ, കൊറോണ വന്നിട്ട് എത്ര ആളുകളാണ് മരിച്ചത്. ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ സാന്ത്വനത്തിന്റെ ഭാഗമായി ചെല്ലുമ്പോൾ നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട് അതില്. അപ്പൊ പറയും, ഉസ്താദേ ഇപ്പൊ ഓക്സിജൻ 70 60 50 40 30 പറയും, ഇനി മാറ്റാൻ കഴിയില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ. എത്ര പേര് മരിച്ചു, പടച്ചോൻ നമ്മളെ കാത്തില്ലേ. എത്ര ആളുകളുണ്ട് കണ്ണ് കാണാതെ കിടക്കണ്, കണ്ണ് കാണുന്നില്ല. അവരെ ഭാര്യയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല, ഉമ്മയെ കണ്ടിട്ടില്ല, ബാപ്പയെ കണ്ടിട്ടില്ല, ഈ ലോകം അവര് കണ്ടിട്ടില്ല. പടച്ചോൻ നമുക്ക് കണ്ണിന് കാഴ്ച തന്നില്ലേ. എത്ര ആളുകൾ തളർന്നു കിടക്കുന്നുണ്ട്. ഞങ്ങൾ തളിക്കുളത്ത് SY സാന്ത്വനത്തിന്റെ ഭാഗമായിട്ട് ഒരു തളർന്നു കിടക്കുന്ന മനുഷ്യനുക്ക് ഒരു വീൽ ചെയർ കൊണ്ടുപോയി കൊടുത്തപ്പോഴ് കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ ഇത് ഉന്താൻ വെള്ളിയാഴ്ച ഒരു പ്രവർത്തകനെ തരുമെന്ന് ചോദിച്ചപ്പോ പറയാണ്, 14 വർഷമായി ഞാൻ കിടക്കണ്, 14 വർഷമായിട്ട് ഞാൻ തളിക്കുളം പള്ളിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് ഉന്താൻ ഒരാളെ തന്നാൽ ആ പള്ളിയുടെ പുറത്ത് ചെന്ന് നിന്നിട്ടെങ്കിലും എനിക്കൊരു ജുമാ നിസ്കരിക്കാലോന്ന്. എത്ര ആൾക്കാർ കിടക്കുന്നുണ്ട് മക്കളെ. അതുപോലെ തന്നെ എത്ര ആൾക്കാർ ഭക്ഷണമില്ലാതെ നിൽക്കുന്നുണ്ട്. എത്ര ആളുകൾ, അത് നമ്മൾ വായിച്ചില്ലയോ, സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ മൃഗത്തിന്റെ കാഷ്ടം തിന്ന് ജീവിക്കുന്ന മക്കളുണ്ട്. അവിടെ നിന്ന് രാവിലെ കുട്ടികൾ കടൽ തീരത്തേക്ക് ഓടും. ഏതെങ്കിലും സന്നദ്ധ സംഘത്തിന്റെ കപ്പലുകളിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ വലിച്ചെറിഞ്ഞാൽ അത് മേടിക്കാൻ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഒരു കുഞ്ഞിന്റെ കയ്യും പിടിച്ചിട്ട് വന്ന് നിൽക്കാണ് ഒരു ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ. അപ്പൊ കുറെ ചെറുപ്പക്കാർ കൂടിയിരുന്നിട്ട് ചർച്ചയാണ്, ഇന്നത്തെ പുതിയാപ്പിളക്ക് കല്യാണച്ചക്കനക്ക് രാത്രി എന്ത് പണി കൊടുക്കണമെന്ന്. പെട്ടെന്നൊരു ചെറുപ്പക്കാരന് ഫോൺ വന്ന്, ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പിടിച്ച് നിൽക്കാണ്. വന്ന് ചോദിച്ചു, ഉമ്മ എന്താണ് ഇവിടെ നിൽക്കണേന്ന് പരിഭ്രമിക്കുന്നത് കണ്ടപ്പോഴ്. അപ്പൊ പറഞ്ഞു, മോനെ ഇതെന്റെ മോന്റെ മോനാണ്, എന്റെ മോൻ ക്യാൻസർ പിടിച്ച് വീട്ടിൽ കിടക്കാണ്, ഇവൻ ബിരിയാണിക്ക് വേണ്ടി രാവിലെ മുതൽ കരയാണ്, എന്റെ കയ്യിൽ കാശില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഉള്ളി കയറാൻ അഭിമാനം, ഇതുവരെ ആരുടെ മുന്നിലും കൈ നീട്ടിട്ടില്ല, അഭിമാനം സമ്മതിക്കണില്ല. ആ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട്, ഉമ്മ ഞാൻ കല്യാണം വിളിച്ചേക്കുന്നു വരാൻ പറഞ്ഞ് അവരെ കൊണ്ടുപോയിരുത്തി ബിരിയാണി കൊടുത്ത് ഐസ്ക്രീം കൊടുത്ത് അവരുടെ വീടും ചോദിച്ച് യാത്രയാക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ കലവറിൽ ചെല്ലുമ്പോ കാണുന്നത് 2 ചെമ്പ് ബിരിയാണി ബാക്കിയാണ്. കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചല്ല, ഇവിടെ കുറെ ബിരിയാണി ബാക്കിയുണ്ട്, നിങ്ങൾ കിറ്റ് വാങ്ങിക്കൊണ്ടുപോവാ. കിറ്റ് വാങ്ങി ഓരോ വീടുകളിലേക്കും അത് എത്തിക്കുകയാണ്. അവസാനം ഈ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടാണ്. ഉള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോഴും ഈ ഉമ്മ ചിരിച്ചുവരെ കണ്ടപ്പോ ചിരിച്ച് വീടിന്റെ മുന്നിൽ ഒരു പൊളിഞ്ഞ സോഫയില് 2 ഇരട്ടക്കുട്ടികൾ കിടന്ന് കരയാണ്, 4 വയസ്സോളെത്തിയ. അപ്പൊ ചോദിച്ചു, എന്തിനാണ് അവർ കരയണത്? അപ്പൊ പറഞ്ഞു, മൂത്തോം ബിരിയാണി തിന്നിട്ട് അതുകൊണ്ട് മണപ്പിച്ചപ്പോഴ് ഇവർക്കും ബിരിയാണി വേണം, അതിനു വേണ്ടി കരയാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ
കാലൊടിഞ്ഞൊരു കട്ടിലില് ഇഷ്ടികൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു കട്ടിലില് ഈ ഉമ്മാന്റെ മോൻ ഒരു പേക്കോലായി ക്യാൻസർ പിടിച്ച് കിടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലയിലാണ് 11 വയസ്സുള്ള നമ്മുടെ ഒരു കുഞ്ഞു പെങ്ങള് മരിച്ചത്. എന്താണെന്നറിയോ? വാപ്പ തളർന്നു വീണുപോയി. ഹോട്ടൽ ജോലിക്കാരനാണ്, ജോലിക്ക് പോകാൻ വയ്യ. അവസാനം കല്ല് ചോക്കണ ജോലിക്ക് പോയി. ഒരു ദിവസം ഉമ്മാന്റെ തണ്ടല് വിലങ്ങി. ഒരു രക്ഷയില്ല. 3 മക്കളുണ്ട്. നടുവിലെ കുട്ടിയാണ് 11 വയസ്സുള്ള, പിന്നെ 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ഇവര് സ്കൂളിൽ പോകും. മൂത്ത കുട്ടിക്ക് ചോറ് കിട്ടൂല. 2 കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിയിട്ട് വീട്ടിൽ ഉച്ചക്ക് വരും. എന്നിട്ട് അതിന് 5 ആക്കി മാറ്റും. എന്നിട്ട് ഇവർ കഴിക്കും. മദ്രസ വിട്ട് വന്നാ ഭക്ഷണമില്ല, സ്കൂളിലേക്ക് പോകാണ്. ഉച്ചക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ട് ഇവർക്ക്. അവസാനം ഈ ആൺകുട്ടി വിശപ്പ് കൊണ്ട് സ്കൂള് വിട്ട് വരുമ്പോൾ കുറച്ച് കായ പറിച്ച് കൊണ്ടുവരാണ്. അങ്ങനെ രാത്രി എല്ലാവരും കിടക്കും. ഇത്താത്തമാരോട് ചോദിച്ചു, വിശക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എൻ്റെ കയ്യിൽ കായുണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. തിന്നു. മക്കൾ ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. ഉടനെ കൊണ്ടുപോകാണ് ആംബുലൻസിൽ. ചോര ഛർദ്ദിക്കാണ്. അത് വിശക്കായായിരുന്നു. പക്ഷേ 11 വയസ്സുള്ള ഇത്താത്ത, ഈ കുഞ്ഞിൻ്റെ ഇത്താത്ത ലോകത്തിനോട് വിട പറഞ്ഞു. നമ്മുടെ പെങ്ങള് നാളെ പടച്ചോൻ ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും മറുപടി പറയണം. പാലക്കാടല്ലേ കാസർഗോഡല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പടച്ചോൻ ദഅവത്ത് നടത്താൻ ഈ ഭൂമി വിശാലമാക്കി തന്നിട്ടുണ്ട്. ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ട്. എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട്, രോഗം പിടിപെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ അങ്ങാടിയിലൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷ അതിൻ്റെ മുകളിൽ സ്പീക്കർ വെച്ചിട്ട് പാട്ട് പാടുന്നുണ്ട്. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് പിരിവായിട്ട്. ആ ഓട്ടോറിക്ഷയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, 4 വയസ്സുള്ള കുട്ടിയുടെ കിഡ്നി പോയിട്ടുണ്ട്, നിങ്ങൾ സഹായിക്കണം. 5 വയസ്സുള്ള കുട്ടിക്ക് ട്യൂമറാണ്. നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇക്കാക്കാൻ്റെ ഇത്താത്താൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അനുജനൊക്കെ ഇക്കാക്ക ഇത്താത്ത എന്ന് വിളിച്ച് ഓടി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് നമ്മൾ മിഠായി കൊടുക്കുമ്പോൾ ആ മക്കൾക്ക് പടച്ചോൻ ക്യാൻസർ കൊടുത്തില്ലല്ലോ, പടച്ചോൻ അവരുടെ കിഡ്നി തകരാറാക്കിയില്ലല്ലോ, അള്ളവരെ കാത്തില്ലേ. എത്ര കാരുണ്യവും സ്നേഹമാണ് റബ്ബ് നമ്മളോട് കാണിക്കുന്നത്. എത്ര ഇഷ്ടമാണ് നമ്മളോട് പടച്ചോൻ കാണിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഉമ്മിരിക്കുന്നുണ്ട്. ഇന്ന് 60 ദിവസമായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ഇതുവരെ അമ്മിഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. 16 ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഹാർട്ടിന് വയ്യ, ആ കുട്ടിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. ആ പിഞ്ചു കുഞ്ഞിനെ ചില സമയത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പോണുണ്ട്. എങ്കിടാണെന്നറിയോ? ഈ കുഞ്ഞിന് കൊടുക്കേണ്ട അമ്മിഞ്ഞ മാറിൽ തിങ്ങി നിറയുമ്പോഴത് ഞെക്കിപ്പിഴിഞ്ഞ് ബാത്റൂമിൽ കളയാൻ വേണ്ടിയിട്ട്. പടച്ചോൻ നമ്മൾ അങ്ങനെ കൊണ്ടുപോയില്ലല്ലോ. എന്ത് സ്നേഹമാണ് അല്ലാഹുവിന്, എന്തിഷ്ടാണ് പടച്ചവന് നമ്മളോട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പടച്ചവന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് നമ്മൾ ഓർത്തിട്ടുണ്ടോ? കോട്ടയത്ത് ഉരുള് പൊട്ടിയത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആ ഉരുള് പൊട്ടിയിട്ട് ഒരുപാട് ജീവനുകൾ പോയി. പിറ്റേ ദിവസം നമ്മുടെ SYSന്റെ കോഴിക്കോടും തൃശ്ശൂർ ജില്ലാ ടീമുകൾ 25 പേര് വെച്ച് 50 പേര് വന്ന് നിൽക്കാണ്. കാല് വെക്കാൻ വയ്യ, മഴ പെയ്യാണ്, കാലാഴ്ന്നു പോകും. സർക്കാർ സംവിധാനങ്ങൾ മുഴുക്കയും പരാജയപ്പെട്ടു മാറി നിൽക്കാണ്. അവസാനം ഒരുപാട് ജീവനുകൾ ആ മണ്ണിന്റെ അടിയിൽ കിടന്ന് പടയുമ്പോഴാണ് നമ്മുടെ SYSന്റെ സാന്ത്വനം വളണ്ടിയർമാർ അവര് കമ്പ കെട്ടിയിട്ട് ജീവൻ പോകുന്നുവെങ്കിൽ പോകട്ടെ, മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പ കെട്ടി ഇറങ്ങിയിട്ട് കാലങ്ങ് വെക്കുമ്പോൾ കാല് താഴുന്നതിന് മുമ്പ് കൈകോർത്ത് കമ്പയിൽ പിടിച്ച് മറ്റൊരാൾ ഉയർത്തിയെടുക്കുന്നു. അവസാനം അവർ പൊക്കിയെടുത്തത് 4.5 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ മയ്യത്താണ്. പിന്നെ അവർ പൊക്കിയത് 6 വയസ്സുള്ളൊരു കുട്ടിയുടെ മയ്യത്താണ്. പിന്നൊരു സഹോദരന്റെ, പിന്നൊരു സഹോദരിയുടെ, പിന്നെ 3 വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞിന്റെ മയ്യത്ത്. ആരാണെന്നറിയോ? ആങ്ങളെയും പെങ്ങളെയും 3 മക്കളാണ്. ആങ്ങളെ പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ വാപ്പാ ഞാനുണ്ട് അമ്മായിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു മോൻ കൂടെ പോന്നതാണ്. 5 പേരുരുൾപൊട്ടലിൽ പെട്ടുപോയി. പടച്ചോൻ അങ്ങനെയൊന്നും അപകടം നമുക്ക് തന്നില്ലല്ലോ. വല്ലാത്ത സ്നേഹമാണ് കേട്ടോ അള്ളാഹുവിന്. എന്നും കാറ്റ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, പടച്ചവനെ നിന്റെ അടിമകൾ എന്തൊരു അക്രമികളാണ്, എന്ത് ധിക്കാരികളാണ്, ഞാനൊരു കൊടുങ്കാറ്റായി പോയി അവരെ നശിപ്പിക്കട്ടെ എന്ന്. കടല് ചോദിക്കുന്നുണ്ട്, ഞാനൊരു സുനാമി തിരമാലയായി ചെല്ലട്ടെ എന്ന്. ഭൂമി ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് കുലുങ്ങട്ടെ, 2 പിളർപ്പായി മാറട്ടെ എന്ന്. മിന്നൽ ചോദിക്കുന്നുണ്ട്, ഞാനൊരു വലിയ പിളർപ്പായിട്ട് ഞാൻ ചെല്ലട്ടെ എന്ന്. അപ്പൊ പടച്ചോൻ പറയുന്നൊരു മറുപടിയുണ്ട്. നമ്മളെ പടച്ച, നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ് പറയുന്നത്, അത് നിങ്ങളുടെ അടിമകളാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, അതെന്റെ ആദമിന്റെ മക്കളാണ്, ആദമിന്റെ മക്കൾ എനിക്കിഷ്ടാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പടച്ചവൻ പറയുന്നു. വല്ലാഹി ഇന്നി ലമുഹിബ്ബുൽ ലക്, അല്ലാഹ് പറയുന്നു, യബ്ന ആദം ഇന്നി ലമുഹിബ്ബുൽ ലക്, ഓ ആദമിന്റെ മക്കളെ എനിക്ക് നിങ്ങളെ പെരുപെരുത്തിഷ്ടമാണെന്ന് അല്ലാഹ് പറയാണ്. ആ ആദമിന്റെ മക്കളാണ് നമ്മൾ, നമ്മളെ പടച്ചോനുക്ക് നമ്മൾ ഇഷ്ടമാണ്. ആ റബ്ബിന്റെ ദീനാണ് എന്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത് എന്നോർക്കുക. അതിനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ആ
പടച്ചവന്റെ കാരുണ്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുറാസാൻ എന്നൊരു പ്രദേശമുണ്ട്, അവിടെ ഒരു പണ്ഡിതനുണ്ട്, 6 പെൺമക്കളുണ്ട്. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ ഭരണകാലാണ്. ഈ പണ്ഡിതൻ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ചെറിയ കൂര, വീട് ദാരിദ്ര്യം, പട്ടിണി. രാത്രി പെൺമക്കളെയും ഭാര്യയും വിളിച്ചിട്ട് പറയും, വാപ്പച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോകാനാണെന്ന്. ഒരു ദിവസം മൂത്ത പെൺകുട്ടി പറഞ്ഞു, വാപ്പച്ചി പൊയ്ക്കോ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. വാപ്പ പോയി. വീട്ടിൽ ദാരിദ്രായി, കരച്ചിലായി, ഉറക്കില്ലാതെയായി, പട്ടിണിയായി. അനുജത്തിമാരും ഉമ്മയും ഈ മൂത്ത പെൺകുട്ടിയെ കുറ്റം പറഞ്ഞു, നീ പറഞ്ഞിട്ടല്ലേ വാപ്പ പോയത്, നമ്മളിപ്പോ പട്ടിണി കിടന്ന് മരിക്കണ്ടേ. അപ്പോഴാണ് ഹാറൂൺ റഷീദ് ചക്രവർത്തി ഒരു യാത്ര കഴിഞ്ഞിട്ട് ആ വഴി കടന്നു വരുന്നത്. ഹാറൂൺ റഷീദ് ചക്രവർത്തി ആ വീട്ടിലേക്ക് വെള്ളം തീർന്നു പോയപ്പോൾ വെള്ളം ചോദിച്ചു കയറി. ഇതാരുടെ വീടാണെന്ന് ചോദിച്ചു. ഇന്ന പണ്ഡിതന്റെ വീടെന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തി കരയാണ്. കരഞ്ഞിട്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിട്ട് ചോദിച്ചു, ഇത്രയും വലിയൊരു പണ്ഡിതന്റെ വീട് ഇത്രയും ചെറിയൊരു കൂരയാണോ എന്ന്. അങ്ങനെ എന്തു ചെയ്തു? ഹാറൂൺ റഷീദ് ചക്രവർത്തി തന്റെ കയ്യിലുള്ള ഒരു തുണിക്കഷ്ണത്തിൽ തന്റെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ ഇട്ട് കെട്ടിയിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, പടച്ചവന്റെ സ്വർഗം വേണോ, എന്റെ കൂടെയുള്ളവർ ഇതുപോലെ ചെയ്തോളാൻ. എല്ലാവരും ചെയ്തു. ആ വീട്ടിലെ ദാരിദ്ര്യം മാറി, പ്രയാസങ്ങൾ മാറി, സന്തോഷായി. പക്ഷെ ഈ മൂത്ത പെൺകുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കണില്ല, പാതിരാരാവുകളിൽ സുജൂദിലാണ്. ആ സമയത്ത് ഒരു ദിവസം ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിയില്ലേ, ദുഃഖങ്ങൾ മാറിയില്ലേ, നമുക്കിപ്പോ സന്തോഷല്ലേ, എന്തിനു മോള് കരയിണ്? അപ്പൊ പറഞ്ഞു, ഉമ്മ, ഞാൻ കരയുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള കേവലം ഒരു അടിമ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പ്രയാസം മാറിയെങ്കിൽ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം നമുക്കൊന്ന് കിട്ടിയെങ്കിൽ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഖുറാസാനിലെ പെൺകുട്ടി പറയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ 7 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണമില്ല, പാതിരാരാവ് നിസ്കാരാണ്. 8ാമത്തെ ദിവസം ചോദിച്ചു പോയി, അള്ളാഹുവേ, ഇതെന്തൊരു പരീക്ഷണമാണ് എന്നോട് നീ കാണിക്കുന്നത്. ഒരാൾ റൊട്ടിയും പാലും കൊണ്ടുവന്ന് കൊടുക്കാണ്. ഈ നിസ്കാരം മഗ്‌രിബ് കഴിഞ്ഞ് കഴിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ റൊട്ടി വന്നൊരു പൂച്ച തിന്നുന്നു. പൂച്ചയെ ഓടിക്കുമ്പോൾ പാല് തട്ടിക്കളയുന്നു പൂച്ച. ഭക്ഷണമില്ല, നിരാശയില്ല, നിസ്കാര മുസല്ലയിലാണ്. അവസാനം നിസ്കാര മുസല്ലയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വരുമ്പോൾ മച്ചിലിൽ നിന്ന് ഒരു കയർ കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ചു നിന്ന് 17 വയസ്സുള്ള റാബിയ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കുകയാണ്. അവസാനം അതിനും പറ്റാതെ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിൽക്കണം, അതുകൊണ്ട് നീ എന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഈ കാണുന്ന തൂണിലൊന്ന് എന്നെ കെട്ടിവെക്കുമോ എന്ന്. കൂട്ടുകാരി ചെയ്തു, തൂണിൽ കെട്ടിവെച്ചു. പക്ഷെ അവിടെ നിന്നും വീണുപോയി റാബിയ റളിയല്ലാഹു അൻഹ. എഴുന്നേൽക്കാൻ പറ്റാതെ സുജൂദിൽ കിടന്നുകൊണ്ട് അവിടെ നിസ്കാര മുസല്ലയിൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞത്, റബ്ബേ, ഞാൻ ഈ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത് നിന്റെ സ്വർഗം കിട്ടാനല്ല, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ടോ, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ടോ. നരകം സ്വർഗമൊന്നും റാബിയക്ക് പ്രശ്നമല്ല. റാബിയ കുതിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, പടച്ചവനെ, നിന്നെനിക്കിഷ്ടാണ്, പ്രേമാണ്, എനിക്ക് നിന്നെ കാണണം, നിന്റെ കാരുണ്യം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉഖ്രിജത്ത് ലിന്നാസ് കുൻതും ഖൈറു ഉമ്മ, നിങ്ങൾ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവരാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങളെ പറഞ്ഞു വിട്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം കാര്യം നോക്കാനല്ല, ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ കയറി ഇരിക്കാനല്ല നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു വിട്ടത്. എപ്പോഴാണ് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട് വചനത്തിന്റെ തുടർന്ന്, നിങ്ങൾ ഉമ്മത്തിലെ ഖൈറായവരാകുന്നത് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുന്ന ദായികളാകുമ്പോഴാണ്, ദഅവത്ത് നടത്തുന്നവരാകുമ്പോഴാണ്, സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാകുമ്പോഴാണ് നിങ്ങൾ ഉമ്മത്തിലെ ഖൈറായവരാകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പാവങ്ങളുടെ കണ്ണീരുപ്പിയ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ. എത്രയോ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുത്ത പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഈ റോഡരികുകളിൽ ആക്സിഡന്റുകളിൽ പെട്ടുകൊണ്ട് പടഞ്ഞു വീണ് മരിക്കേണ്ട ജീവനുകളെ ആംബുലൻസുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന അനേകം വളണ്ടിയർമാരെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ആയിരക്കണക്കിന് ആംബുലൻസുകളിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഹോസ്പിറ്റലുകളിൽ സാന്ത്വനം വളണ്ടിയർമാർ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭവനങ്ങൾ ഈ പാവപ്പെട്ട സമുദായത്തിന് സമർപ്പിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ആയിരക്കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരുപ്പിയ പ്രസ്ഥാനമാണ്. ഇന്നും 10,000-കണക്കിന് രൂപകൾ രോഗികൾക്ക് കാർഡുകളായി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അഥവാ പാവപ്പെട്ടവനോടൊപ്പം നിന്നുകൊണ്ട് ഈ വിശുദ്ധമായ ദീനിന്റെ ഉന്മനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ, ജീവകാരുണ്യ, ആരോഗ്യ
ആത്മീയ പ്രവർത്തന മേഖലകളിൽ സുദൃഢമായ പ്രവർത്തനം നമ്മുടെ പ്രസ്ഥാനം കാഴ്ചവെക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളാണ് നമുക്ക് പഠിക്കാൻ പണം തന്നിട്ടുള്ളത്, നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം തന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് നമ്മുടെ ഗുരുനാഥന്മാർ കൈകൾ നീട്ടുമ്പോൾ വീട്ടിലെ കടക്കാൻ വെച്ചിരുന്ന പണത്തിന്റെ ഒരു ഭാഗമെടുത്ത് തന്നിട്ടാണ് നമുക്ക് അരിയും മറ്റു മാംസങ്ങളും വാങ്ങി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ആ തരുന്ന പ്രവർത്തകന്റെ വീട് ഞെരുക്കത്തോടെ കഴിയുന്ന വീടായിരിക്കാം. ആ ഗൾഫിൽ തരുന്ന പ്രവർത്തകന് സ്വന്തമായിട്ടൊരു വീടുണ്ടാകില്ല, വാടക വീട്ടിലാകാം. ആ തരുന്ന പ്രവർത്തകൻ തന്റെ മകനോ മകൾ ഒരു ബാഗിന് വേണ്ടി വിദ്യാലയം തുറക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മോളെ പഴയത് തുന്നി കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഇൽമിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആലിമീങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ, അവരവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച് തന്നതിന്റെ പേരിലാണ് ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ കേരളത്തിന്റെ മണ്ണിൽ ഈ ഉയർന്നു നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇറങ്ങുമ്പോൾ എന്തിനും തയ്യാറായി നമ്മുടെ ഈ സ്ഥാപനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തന മേഖലകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഇതെന്റെ റബ്ബിന്റെ ദീനാണ്. ഉമ്മത്തി എന്ന് വിളിച്ച മുത്തുനബിയുടെ ദീനാണ് ഈ ദീന്. അതുകൊണ്ട് ഈ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മൾ കൊടുക്കണം, പാവങ്ങളോടൊപ്പം നിൽക്കണം. ഒരൊറ്റ ചരിത്രത്തോടെ ഞാൻ നിർത്തട്ടെ. മഹാനായ ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു സഹാബത്തിലെ വികലാംഗനാണ്, രണ്ട് കാലുമില്ല, ഒരു കയ്യുമില്ല. ആ സഹാബി ചില സമയങ്ങളിൽ മദീനത്തെ പള്ളിയിൽ പോകാറില്ല, കാരണം ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണലിലൂടെ നീന്താൻ ആ സഹാബിക്ക് കഴിയില്ല. തന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് സഹാബത്ത് എല്ലാവരും ഓടുന്നു. വിളിച്ചു ചോദിച്ചു, സഹാബ എന്താണ് നിങ്ങൾ ഓടുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞല്ലേ മുത്തു റസൂൽ പറഞ്ഞു പാവങ്ങളെ സഹായിച്ചാൽ മരിക്കുന്ന നേരത്ത് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാം. ആലോചിച്ചു പോയി, പടച്ചവനെ എനിക്കും മരിക്കുമ്പോ സ്വർഗം കാണണ്ടേ. നീന്തുകയാണ് വീടിന്റെ ഉള്ളിലേക്ക്. മുഴുവൻ പാത്രങ്ങളും പരതി നോക്കി, ഒന്നും കാണാനില്ല വീടിന്റെ ഉള്ളിൽ. തൊട്ടപ്പുറത്ത് ജൂത കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരുമോ, എനിക്കൊരു തൊഴിൽ തരുമോ? അപ്പൊ ചോദിച്ചു, ഈ വികലാംഗനായ നിനക്ക് എന്തു തരാനാണ്? നിങ്ങളുടെ തോട്ടത്തിലെ മരങ്ങൾ ഞാൻ നനച്ചു തരാം, ഈ തപ്പന മരങ്ങൾ. സമ്മതിച്ചു. ഒന്ന് നനച്ചാൽ എനിക്ക് 3 ദിർഹം തരണം. സമ്മതിച്ചു. അവിടെ നിന്നൊരു ബക്കറ്റുമായി നീന്തി കിണറിന്റെ കരയിൽ ചെന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ടൊരു കൈ കൊണ്ട് വലിക്കും, പല്ലുകൊണ്ട് കടിച്ചു പിടിക്കും, വീണ്ടും വലിക്കും, പല്ലുകൊണ്ട് കടിച്ചു പിടിക്കും. അവസാനം വെള്ളം മുകളിലെത്തുമ്പോൾ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ആ വെള്ളം മറ്റൊരു ബക്കറ്റിലേക്ക് പാർന്നിട്ട് അവിടെ നിന്ന് നീന്തിപ്പോയി നനയ്ക്കാണ്. കുറെ നേരം കഴിഞ്ഞ് ആ ജൂതൻ ഇറങ്ങി വരുമ്പോൾ ഇബ്നു ഉഖൈൽ തങ്ങളെ കാണാനില്ല. നോക്കി നോക്കി പോകുമ്പോൾ ചോരത്തുള്ളികളാണ്. ചോരത്തുള്ളികൾ ചെന്നെത്തിയത് ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ബോധമില്ലാതെ രക്തത്തിൽ കുളിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കാക്ക, നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട കാക്ക, അള്ളാഹുവിന്റെ റസൂൽ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കാണ്. ഈ ജൂതൻ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ച് ബോധം വന്നപ്പോ ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരില്ലായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ. അപ്പൊ പറഞ്ഞു, എന്റെ റസൂൽ പറഞ്ഞു മരിക്കാൻ നേരത്ത് സ്വർഗം കാണാം പാവങ്ങളെ സഹായിച്ചാലെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു കൊടുക്കാൻ. 3 മരം ഞാൻ നനച്ചിട്ടുണ്ട്, എനിക്ക് തരൂ കൂലി. 9 ദിർഹം കൊടുത്തു. അത് തന്റെ അരയിൽ തിരികിയിട്ട് വായിൽ നിന്ന് രക്തണ്ട്, ശരീരത്തിൽ നിന്ന് രക്തണ്ട്, കാല് തളർന്നുപോയ കാല് മുറിഞ്ഞിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നീന്തുകയാണ് മഹാനായ സ്വഹാബി വര്യൻ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് നീന്തി വരുന്നത് റസൂൽ ദൂരെ നിന്ന് കണ്ടു. രക്തത്തിൽ കുളിച്ചു വരുന്നു. മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂൽ പറഞ്ഞു, സഹാബാ നമ്മുടെ ഇബ്നു ഉഖൈൽ വരുന്നുണ്ട്. ആരോ ആക്രമിച്ചിട്ടുണ്ട്, ആരോ ക്രൂരത കാണിച്ചിട്ടുണ്ട്. മുത്തു റസൂൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ ഇബ്നു ഉഖൈലിനെ ആക്രമിച്ചവരുടെ തല ഞാൻ അറുത്തെടുക്കുമെന്ന് പറഞ്ഞു ഊരിയ വാളുമായിട്ട് ഉമർ തങ്ങൾ ഇറങ്ങാണ്. നീന്തി റസൂലിന്റെ മുന്നിൽ വന്ന് ഹബീബിനെ കണ്ടപ്പോ പുഞ്ചിരി തൂക്കി സലാം പറഞ്ഞു, സലാം മടക്കി. റസൂൽ തൊട്ട് ചാരയിരുന്നിട്ട് ചോദിച്ചു, മോനെ നിന്നെ ആരാണ് ആക്രമിച്ചത്? അപ്പൊ പറഞ്ഞു, നബിയേ എന്നെ ആരും ആക്രമിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് ഈ രക്തം? അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ പോയിട്ട് വെള്ളമിറക്കിയിട്ട് ഈ കയർ കടിച്ചു പിടിക്കുമ്പോ ചിലപ്പോ കയർ വിട്ടുപോകും. ആ കയർ കണ്ടിട്ട് എന്റെ നാവ് മുറിഞ്ഞിട്ടാണ് വായിൽ നിന്ന് രക്തം വരുന്നത്. എനിക്കൊരൊറ്റ കയ്യല്ലുള്ളൂ. പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ഞാൻ വെള്ളവുമായി നീന്തുമ്പോൾ എന്റെ കാലുകളിലേക്ക് വലിയ കല്ലിന്റെ കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും കുത്തിക്കേറും. അത് പറിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ മലർന്നു കിടന്ന് ചാടും നബിയെ. അപ്പന്റെ നടുപ്പുറത്തും കയറി അങ്ങനെയാണ് രക്തത്തിൽ കുളിച്ചത്. 9 ദിർഹം എടുത്ത് റസൂലിന്റെ നേരെ നീട്ടിയിട്ട് ഹബീബിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, നബിയെ ഈ പാവപ്പെട്ട
പാവപ്പെട്ട ഇബ്നു ഖൈലിന് മരിക്കുന്ന നേരത്ത് സ്വർഗം കാണാൻ കഴിയോ എന്ന് ചോദിച്ച റസൂലിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അത് മേടിച്ച് ഇബ്നു ഖൈല് തങ്ങളെ കെട്ടിപ്പിടിച്ച റസൂൽ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ് ഏതൊരു സ്വർഗത്തിലാണോ ഉള്ളത് ആ സ്വർഗത്തിൽ എന്നോടൊപ്പം മോനെ നീയുമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, വിശാലമായി കിടക്കുകയാണ് നമ്മളുടെ ദഅവത്തിനുള്ള മേഖലകളിൽ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെ ഇനിയും നമ്മുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് വിശുദ്ധ ദീനിനെ മനസ്സിലാക്കി കൊടുത്തിട്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മളെല്ലാവരും തയ്യാറാകണം. നാഥനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവനായ റഹ്മാനായ തമ്പുരാൻ ഈ വിശുദ്ധമായ ദീനി ദഅവ നടത്തി മരിക്കുന്നത് വരെ അത് നടത്തി ഈ ദഅവത്തിലായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.